ഛത്തീസ്ഗഡിൽ ഏറ്റുമുട്ടലിൽ 10 മാവോയിസ്റ്റുകളെ വധിച്ചു. സുക്മ ജില്ലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ബൽറാം നുരങ്ങാടി വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, ഈ ഏറ്റുമുട്ടൽ കൊലകൾ അത് പതിവാണെങ്കിലും അടുത്ത കാലത്തുണ്ടായ ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടായ ഏറ്റുമുട്ടൽ ഇതാണെന്ന് തോന്നുന്നു. എന്താണ് ഏറ്റുമുട്ടലിന്റെ വിശദാംശങ്ങൾ? ഹാഷ്മി, കഴിഞ്ഞ 7 മാസത്തോളമായി ഈ മേഖലയിൽ ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളും ഒപ്പം തന്നെ സുരക്ഷാ സേനയും തമ്മിൽ തുടർച്ചയായി ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നുണ്ട്. സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ മാവോയിസ്റ്റ് വേട്ടയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ സുക്മ ജില്ലയിൽ വനത്തിനുള്ളിൽ മാവോയിസ്റ്റുകളും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. മാവോയിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഓപ്പറേഷനിടെയാണ് മാവോയിസ്റ്റുകൾ ഈ സംഘത്തിന് നേരെ വെടിയുതിർക്കുകയും തുടർന്ന് മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്തത്. ഈ ഏറ്റുമുട്ടലിലാണ് 10 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചിരിക്കുന്നത്. ഈ മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നു എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ബസ്തർ IG സുന്ദർരാജനാണ് ഈ 10 മാവോയിസ്റ്റുകളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവരിൽ നിന്നും 3 ഓട്ടോമേറ്റഡ് റൈഫിളുകൾ അടക്കമുള്ള ആയുധങ്ങൾ കണ്ടെടുത്തതായും പോലീസ് അറിയിച്ചിട്ടുണ്ട്. മേഖലയിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. അതേസമയം ഈ സമീപ പ്രദേശങ്ങൾക്ക് കൂടി തെരച്ചിൽ വ്യാപിപ്പിക്കുന്നതിനായി കൂടുതൽ സുരക്ഷാ സേനയെ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഹാഷ്മി, ബൽറാം നുരങ്ങാടിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അവിടുത്തെ റെഡ് കോറിഡോർ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ചുവപ്പ് ഇടനാഴി വീണ്ടും ചുവക്കുകയാണ്. ഇന്ന് 10 പേരെയാണ് സുരക്ഷാ സേന ഏറ്റുമുട്ടലിൽ വധിച്ചത്.